കർത്താവേ, എന്റെ ദൈവമേ. 27-ാം ദിവസം തോമസ് ലീഹ സംസ്കരിക്കപ്പെടുന്നു. തോമസ് ലീഹായുടെ മരണവാർത്ത അറിഞ്ഞ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അതീവ ദുഃഖിതരായി. അവർ വേദനയോടെ അദ്ദേഹത്തെ അന്വേഷിച്ചെത്തി. തങ്ങളുടെ സ്നേഹനിധിയായ ഗുരുവിൻ്റെ ഭൗതിക ശരീരം അവർ മൈലാപ്പൂരിലെ പള്ളിയിലേക്ക് സംവഹിച്ചു. സ്ലീഹ തൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു ആ പള്ളി. കടലിലൂടെ ഒഴുകിവന്ന ഒരു വലിയ തടി സ്വയം കരയിലെത്തിച്ച് അതുകൊണ്ടാണ് അദ്ദേഹം ആ പള്ളി പണിതത്. അവിടേക്ക് തന്നെയാണ് ശിഷ്യന്മാർ അദ്ദേഹത്തെ അവസാനമായി സംവഹിച്ചത്. നിറകണ്ണുകളോടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവർ അവിടെ സംസ്കരിച്ചു. വിചിന്തനം. ഭാരത മണ്ണിൽ സുവിശേഷം പ്രഘോഷിച്ച് ഭാരതീയരെ ക്രിസ്തുവിൻ്റെ രക്ഷാകര മാർഗത്തിലേക്ക് നയിച്ച തോമസ് ലീഹ ഈ മണ്ണിൽ തന്നെ നിത്യവിശ്രമം പ്രാപിക്കണമെന്നത് ദൈവനിശ്ചയമായിരുന്നു. ലോകത്തിന് മുഴുവൻ പ്രചോദനമേകിക്കൊണ്ട് സ്ലീഹായുടെ കബറിടം ഇന്നും മൈലാപ്പൂരിൽ നിലകൊള്ളുന്നു. തോമസ് ലീഹായുടെ ഭാരത പ്രേക്ഷിതത്വത്തെ അംഗീകരിക്കുവാൻ വിമുഖത കാണിക്കുന്ന സംശയാലുക്കൾക്ക് സ്ലീഹായുടെ കബറിടം നിത്യം നിലകൊള്ളുന്ന ഉത്തരമായി ശോഭിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും എന്നും ഗുരുവിനെ പോലെ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന തോമസ് ലീഹായുടെ കബറിടം ഈശോയുടെ സുവിശേഷത്തിൻ്റെ ഭാരതപ്രവേശനത്തിൻ്റെ നിത്യസ്മാരകമായി ഇന്നും മൈലാപ്പൂരിൽ നിലകൊള്ളുന്നു. ഈശോയുടെ പ്രിയ ശിഷ്യനായ തോമസ് ലീഹ നമ്മുടെ ഭാരത മണ്ണിൽ തന്നെ വിലയം പ്രാപിച്ചത് നമുക്ക് എന്നും പ്രേക്ഷിത പ്രചോദനമായി മാറുന്നു. സ്ലീഹായിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഈശോയുടെ സുവിശേഷത്തിന് നിരന്തരം സാക്ഷ്യം വഹിക്കുവാൻ നമുക്കിടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പടുത്തുയർത്തിയ പട്ടണത്തെ മറച്ചുവെക്കുക സാധ്യമല്ല എന്നരുളി ചെയ്ത കർത്താവെ, നിന്റെ അരുമശിഷ്യനായ തോമസ് ലീഹായുടെ കബറിടം വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായി ഇന്നും അനേകായിരങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസം മങ്ങാതെ അണയാതെ ഞങ്ങളുടെ മക്കൾക്ക് നൽകി സന്തോഷത്തോടും ആത്മസംതൃപ്തിയോടും കൂടി ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ.